ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിച്ച്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പുട്ടുണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ടും പഴമാണ് കേട്ടോ. അപ്പോൾ പഴം കൊടുത്തന്ന് പുട്ടിൻ്റെ കൂടെ കഴിക്കാത്തത് കൊണ്ട് പപ്പടവും കൂടെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അരി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. സാധാരണ കടലയോ എന്തെങ്കിലും പുട്ടിന് കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും കടലയായാൽ അത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇന്ന് പഴം ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പഴം പറ്റാത്തത് കൊണ്ട് കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ മക്കളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പി കുടിച്ചു. കഴിക്കാൻ വന്നിരിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ടോപ്പിക് ഉണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാപ്പി കുടിച്ചിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. തൂക്കാനും തുടക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അരി വേകുന്ന സമയം കൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണേ. വീട്ടമ്മമാർക്ക് എവിടെ നോക്കിയാലും ജോലികളേ ഉള്ളല്ലേ. ചെയ്താലും തീരാത്ത ജോലികളാണ്. പിന്നെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസൊക്കെ ഒന്ന് കാണണം. കമൻ്റ് ഇടാനുണ്ട്. പിന്നെ എനിക്ക് ബുക്ക് വായിക്കാനുണ്ട്. ബുക്ക് വാങ്ങിച്ചിട്ട് ഇതുവരെയും വായിച്ച് തീർത്തിട്ടില്ല. പകുതി പോലും ആയില്ല കേട്ടോ. അപ്പോൾ അത് ഒക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ധൃതിയിട്ടുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചീര വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് ഓർത്ത് ഞാൻ എടുത്തതാണ്. പക്ഷെ അത് ഭയങ്കര പൂവായിരുന്നു കേട്ടോ. പൂവുള്ളതൊക്കെ ഞാൻ പിന്നെ മുറിച്ചൊക്കെ കളഞ്ഞ്, നല്ലത് നോക്കി എടുത്തിട്ട് മോശമൊക്കെ ഞാൻ കളഞ്ഞ്. പിന്നെ എൻ്റെ തണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. തണ്ട് മൂത്ത തണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇളത്ത നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ പൂവുള്ളതൊക്കെ നമ്മൾ എടുത്ത് തോരൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. നല്ലതൊക്കെ നോക്കിയിട്ട് അരിഞ്ഞെടുത്ത്. തണ്ട് മുറിച്ച് നോക്കിയപ്പോൾ തന്നെ അത് നല്ല മൂപ്പുണ്ടായിരുന്നു. കാരണം ഞാനത് കളഞ്ഞ് ബാക്കിയുള്ള ഇലകളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ജീരകം എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയൊക്കെ ഇട്ട്. അതിനുശേഷം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം മൂപ്പിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ. അതിനാവശ്യത്തിന് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ചെറുതീയിൽ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെക്കണം. അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ അടച്ചു വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നാടൻ ചീര ഇത് കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് അതൊന്ന് വറുത്തെടുത്ത് കേട്ടോ. വറുത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും തൈരും ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഉള്ള കറിയൊക്കെ ഇതായിരുന്നു. മീൻ വാങ്ങിക്കാത്തതുകൊണ്ട് അതൊക്കെ ഇരുന്ന് ഇന്നത്തെ കറികൾ. പിന്നെ വൈകുന്നേരത്തെ വിശേഷം കേട്ടോ. മക്കൾ വന്നതിന് ശേഷം കുറച്ച് ചിപ്സും ബിസ്ക്കറ്റൊക്കെ ഉണ്ട് ചായ കൂട്ടാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.